1885 മാർച്ച് 7 ശനിയാഴ്ച. ഉച്ച കഴിഞ്ഞ് 3 മണിയായി കാണും. ശ്രീരാമകൃഷ്ണദേവൻ ദക്ഷിണേശ്വരിലെ തൻ്റെ മുറിയിൽ ചെറുപ്പക്കാരും നിർമ്മല മനസ്കരുമായ ഭക്തരോടൊപ്പം വളരെ ഉത്സാഹത്തോടെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഗുരുദേവൻ ആഹ്ലാദഭരിതനായിരുന്നു. പൊടുന്നനെ ഒരു രഹസ്യം വെളിപ്പെടുത്താൻ എന്നതുപോലെ അദ്ദേഹം ഗൗരവത്തിൽ പറഞ്ഞു, ഇവിടെ ഇന്ന് പുറത്തു നിന്നുള്ളവരാരുമില്ല. ഒരു കാര്യം നിങ്ങളോടായി പറയാം. കഴിഞ്ഞ ദിവസം സച്ചിദാനന്ദൻ ഈ ശരീരത്തിൽ നിന്നും പുറത്തു വരുന്നത് ഞാൻ കണ്ടു. എല്ലാ യുഗങ്ങളിലും ഞാൻ സ്വയം അവതരിക്കുന്നു എന്ന് അവൻ പറഞ്ഞത് ഞാൻ വ്യക്തമായി കേട്ടു. എൻ്റെ തോന്നലാണെന്ന് ഞാൻ ആദ്യം കരുതി. ഞാൻ തന്നെ സങ്കല്പിച്ച് പറയുകയാണോ? ഞാൻ സംശയിച്ചു. എന്നാൽ വീണ്ടും കേട്ടു. ചൈതന്യയും ശക്തിയെ ആരാധിച്ചിരുന്നു. ഭക്തർ അത്ഭുതസ്തംഭരായി. മാസ്റ്റർ തുടർന്ന് പറഞ്ഞു, സച്ചിദാനന്ദൻ പൂർണ്ണമായി അവതരിച്ചതാണെന്ന് ഞാൻ അറിഞ്ഞു. എന്നാൽ ഇത്തവണ ദൈവിക ശക്തി സത്വഗുണത്തിൻ്റെ മഹിമയിലൂടെയാണ് പ്രകടമായിരിക്കുന്നത്. ഭക്തർ ഒരു മോഹവലയത്തിൽ എന്നതുപോലെ നിർനിമേഷരായി ഗുരുദേവനെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. ഭഗവാൻ തന്നെ ഗുരുവിൻ്റെ രൂപത്തിൽ തങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് അവർക്ക് നിശ്ചയമായും തോന്നി. മാസ്റ്റർ തുടർന്ന് പറഞ്ഞു, ഇപ്പോൾ ഞാൻ അമ്മയോട് ആവശ്യപ്പെട്ടു, അമ്മേ, എനിക്ക് അധികം സംസാരിക്കാൻ കഴിയുന്നില്ല. ഇവരുടെ ഉള്ളിലെ ബോധം ഒരു സ്പർശനത്താൽ ഉണർത്തപ്പെടട്ടെ. യോഗമായയുടെ ശക്തി അങ്ങനെയാണ്. അവൾക്ക് വശ്യമായ ആകർഷണ ശക്തിയുണ്ട്. അതുകൊണ്ടാണ് ശ്രീകൃഷ്ണനെയും രാധികയെയും ഒരുമിപ്പിക്കാൻ അവൾക്ക് കഴിഞ്ഞത്. എന്നിലും ആ ശക്തി തന്നെയാണ് പ്രകടമാകുന്നത്. ഭക്തർ അത്ഭുതസ്തംഭരായി. ഗുരുദേവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ പാദങ്ങളിൽ സ്പർശിക്കൂ. അങ്ങനെ ചെയ്യുന്നതിൽ ഒരു വലിയ കാര്യമുണ്ട്. തൻ്റെ ഹൃദയസ്ഥാനത്തിന് മുകളിൽ കൈവച്ചുകൊണ്ട് അദ്ദേഹം തുടർന്നു, ഇവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ പ്രവൃത്തിയിലൂടെ നിങ്ങളുടെ അജ്ഞതയും ഭ്രമവും പൂർണ്ണമായും നശിപ്പിക്കപ്പെടും. മാസ്റ്റർ തുടർന്ന് ചോദിച്ചു, ശരി, ഇവിടെ വരുന്നവർക്ക് എന്തെങ്കിലും ലഭിക്കുന്നതായി തോന്നുന്നുണ്ടോ? എം പറഞ്ഞു, അതെ സർ, അങ്ങനെയുണ്ട്. മാസ്റ്റർ, അതെങ്ങനെ അറിയാം? എം, എല്ലാവരും പറയുന്നു അദ്ദേഹത്തിൻ്റെ അടുക്കൽ പോകുന്നവർ ലോകത്തിലേക്ക് മടങ്ങി വരില്ല എന്ന്. മാസ്റ്റർ, ഒരു വലിയ തവളയെ ഒരു നീർക്കോലി പിടികൂടി. അതിന് തവളയെ വിഴുങ്ങാനോ വിടാനോ കഴിയുന്നില്ല. അതിൻ്റെ ഫലമായി തവള വളരെയധികം കഷ്ടപ്പെട്ടു. അവൻ വലിയ ശബ്ദത്തിൽ കരഞ്ഞുകൊണ്ടേയിരുന്നു. നീർക്കോലിയും കഷ്ടപ്പെട്ടു. അപ്പോൾ നീർക്കോലിയുടെ വായിൽ നിന്നും തവളയെ ഒരു വലിയ ചേര പിടികൂടി. പിന്നെ തവളയുടെ ശബ്ദം കേട്ടതേയില്ല. എല്ലാവരും പൊട്ടിച്ചിരിച്ചു. മാസ്റ്റർ ഭക്തരോട് അവരുടെ ഭാവിയെക്കുറിച്ച് ആർദ്രമായി സംസാരിക്കാൻ തുടങ്ങി. ഇളയ നരയനെ നോക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ നിന്നെ കാണാൻ ആഗ്രഹിച്ചിരുന്നു. നീ വിജയിക്കും. ഇടയ്ക്കിടെ ഇവിടെ വരൂ. നിനക്ക് ഏത് മാർഗമാണ് ഇഷ്ടം, ജ്ഞാനമോ ഭക്തിയോ? നരയൻ, ശുദ്ധമായ ഭക്തി. മാസ്റ്റർ, ജന്മനായുള്ള വാസനകളില്ലാതെ ഒരാൾക്ക് ഭക്തിയിൽ അഭിരുചി ഉണ്ടാവുകയില്ല. ഇതാണ് പ്രേമഭക്തിയുടെ സവിശേഷത. ജ്ഞാനഭക്തി എന്ന് വിളിക്കപ്പെടുന്ന മറ്റൊരു തരത്തിലുള്ള ഭക്തിയുണ്ട്. അത് യുക്തിയെ അടിസ്ഥാനമാക്കിയുള്ള ഈശ്വരസ്നേഹമാണ്. ശരി, ഞാൻ നിന്റെ ദേഹം പരിശോധിക്കട്ടെ. നിനക്ക് വിശാലമായ നെഞ്ചാണുള്ളത്. നീ വിജയിക്കും. ഇടയ്ക്കിടെ ഇവിടെ വരണം. മാസ്റ്റർ പൽത്തുവിനോട് പറഞ്ഞു, നീയും വിജയിക്കും, പക്ഷെ കുറച്ച് സമയമെടുക്കും. ഇവിടെ വരണം. പൽത്തു, ഞാൻ ശ്രമിക്കാം സർ. മാസ്റ്റർ, അത് കണക്ക് കൂട്ടുന്ന മനസ്സിൻ്റെ ഉത്തരമാണ്. പൽത്തു, ഞാൻ ശ്രമിക്കാം എന്ന് പറഞ്ഞില്ലെങ്കിൽ അത് നുണ പറയുന്നതാകും. മാസ്റ്റർ, ഈ കുട്ടികൾ ഇതുപോലെയുള്ള നുണകൾ പറയുന്നത് ഞാൻ കാര്യമാക്കുന്നില്ല. കാരണം അവർ ബന്ധിതരാണ്. മാസ്റ്റർ ബാബുറാമിനോട് തുടർന്ന് പറഞ്ഞു, എന്തുകൊണ്ടാണ് ഞാൻ നിങ്ങളെ എന്നിലേക്ക് ആകർഷിക്കാത്തത് എന്നറിയാമോ? അത് കുഴപ്പങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി മാത്രമാണ്. ബൽഗാരയിലെ താരക് ഒരു സുഹൃത്തിനോടൊപ്പം എത്തിയിരുന്നു. താരക്കിന് ഏകദേശം 20 വയസ്സായിരുന്നു പ്രായം. വിവാഹിതനാണ്. ശ്രീരാമകൃഷ്ണദേവൻ്റെ അടുക്കൽ വരാൻ മാതാപിതാക്കൾ അവനെ അനുവദിച്ചിരുന്നില്ല. മാസ്റ്റർക്ക് അവനെ വളരെ ഇഷ്ടമായിരുന്നു. താരകിൻ്റെ കൂടെ വന്ന സുഹൃത്ത്
ഒരു താമസ സ്വഭാവമുള്ള ആളായിരുന്നു. അയാൾ ഗുരുദേവനെയും അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെയും പരിഹസിച്ചു. മാസ്റ്റർ താരകിൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു, നിങ്ങൾ എന്തുകൊണ്ടാണ് ക്ഷേത്രങ്ങൾ സന്ദർശിക്കാത്തത്? സുഹൃത്ത്: ഓ, ഞാൻ അവയൊക്കെ മുമ്പ് കണ്ടിട്ടുണ്ട്. മാസ്റ്റർ: താരക് ഇവിടെ വന്നത് തെറ്റാണോ? സുഹൃത്ത്: അത് അങ്ങേക്കാണ് നന്നായി അറിയാവുന്നത്. മാസ്റ്റർ താരകിനോടായി പറഞ്ഞു, നീ നല്ലവനാണ്, എന്നാൽ സൂക്ഷിക്കുക. സ്ത്രീയും സ്വർണവും ഒരു സ്ത്രീയുടെ മായയിൽ ഒരിക്കൽ പെട്ടുപോയാൽ പിന്നെ നിങ്ങൾക്ക് സ്വയം അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുകയില്ല. അത് വിശാലാക്ഷി നദിയിലെ ചുഴി പോലെയാണ്. ഇടയ്ക്കിടെ ഇങ്ങോട്ട് വരണം. താരക്: എൻ്റെ വീട്ടിലുള്ളവർ എന്നെ അതിന് അനുവദിക്കുന്നില്ല. മാസ്റ്റർ: നിനക്ക് കടുവയെ ഭയമാണ്? താരകിന് യുവതിയായ ഭാര്യയുണ്ടായിരുന്നു. മാസ്റ്റർ അവളെയാണോ ഉദ്ദേശിച്ചത് എന്ന് എം ചിന്തിച്ചു. ശരി, ഞാൻ നിന്റെ കൈയൊന്ന് നോക്കട്ടെ. ഗുരുദേവൻ താരകിൻ്റെ കൈ തൻ്റെ കൈകളിലേക്കെടുത്ത് അതിൻ്റെ ഭാരം നോക്കി. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം അദ്ദേഹം പറഞ്ഞു, നിന്റെ മനസ്സിൽ ഒരു വക്രതയുണ്ട്, പക്ഷേ അത് മാറും. ദൈവത്തോട് അല്പം കൂടി പ്രാർത്ഥിക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരണം. ഒരു ഭക്തൻ ചോദിച്ചു, ആരുടെയെങ്കിലും അമ്മ അവനോട് ദക്ഷിണേശ്വരത്തേക്ക് പോകരുത്, നീ അവിടെ പോയാൽ അത് നീ എൻ്റെ ചോര കുടിക്കുന്നത് പോലെയാണ് എന്ന് പറഞ്ഞ് അവനെ ശപിക്കുന്നു എന്ന് കരുതുക. അവൻ പിന്നെ എന്തു ചെയ്യും? മാസ്റ്റർ: അവൾ അമ്മയല്ല, അവിദ്യയുടെ മൂർത്തിഭാവമാണ്. അങ്ങനെയുള്ള അമ്മയെ അനുസരിക്കാത്തതിൽ പാപമുണ്ടാകുന്നില്ല. അവൾ തൻ്റെ മകൻ്റെ ദൈവത്തിലേക്കുള്ള പാതയെ തടസ്സപ്പെടുത്തുന്നു. ഈശ്വരനെ ലഭിക്കാൻ നിങ്ങളുടെ മുതിർന്നവരെ അവഗണിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. രാമനെ ഓർത്ത് ഭരതൻ തൻ്റെ അമ്മയായ കൈകേയിയെ അനുസരിച്ചില്ല. ഈശ്വരൻ്റെ പ്രീതിക്കായി ബലി തൻ്റെ ഗുരുവായ ശുക്രാചാര്യൻ്റെ വാക്കുകൾ അവഗണിച്ചു. മാസ്റ്റർ തുടർന്ന് മോഹിനിയോട് പറഞ്ഞു, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി താമസമുണ്ട്. സാധനകൾ ചെയ്യണം. നേട്ടമുണ്ടാകണമെങ്കിൽ വേറൊന്നും ഏറ്റെടുക്കരുത്. കടമയോ ജോലിയോ ലോകമോ ഒന്നും, എല്ലാം ഒഴിവാക്കുന്നതാണ് നല്ലത്. ഈ വാക്കുകൾ പറയുമ്പോൾ ഗുരുദേവൻ മോഹിനിയെ വാത്സല്യത്തോടെ നോക്കി, അവൻ്റെ ഉള്ളിലെ വിചാരങ്ങൾ പരിശോധിക്കുന്നത് പോലെ. ദൈവത്തിനു വേണ്ടി എല്ലാം ത്യജിക്കുന്നത് ബുദ്ധിയാണോ എന്ന് മോഹിനി ചിന്തിച്ചിരുന്നുവോ? മകൻ്റെ മരണം സഹിക്കാനാവാതെ മോഹിനിയുടെ ഭാര്യ ഏറെക്കുറെ ഭ്രാന്ത് പിടിച്ചതുപോലെ ആയിത്തീർന്നിരുന്നു. അവൾ ചിലപ്പോഴൊക്കെ ചിരിക്കുകയും ചിലപ്പോൾ കരയുകയും ചെയ്തു. ദക്ഷിണേശ്വരത്തെത്തുമ്പോൾ അവൾക്ക് കുറച്ച് സമാധാനം തോന്നിയിരുന്നു. മാസ്റ്റർ ചോദിച്ചു, നിങ്ങളുടെ ഭാര്യയ്ക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട്? മോഹിനി: അവൾ ഇവിടെയുള്ളപ്പോഴെല്ലാം മിണ്ടാതെ ഇരിക്കും, എന്നാൽ വീട്ടിലൊരു ഭ്രാന്തിയെപ്പോലെ പെരുമാറുന്നു. കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. ഇത് കേട്ട് ഗുരുദേവൻ ആശങ്കാകുലനായി. മോഹിനി വിനയപൂർവ്വം അദ്ദേഹത്തോട് ചോദിച്ചു, അവളോട് അങ്ങ് കുറച്ചുനേരം സംസാരിക്കുകയില്ലേ? ഉപദേശം നൽകുകയില്ലേ? മോഹിനിയുടെ ഭാര്യ മുറിയിലേക്ക് കടന്നു വന്നു. ഗുരുദേവനെ വണങ്ങി ഒരു വശത്തായി ഇരുന്നു അവൾ. വളരെ പതിഞ്ഞ സ്വരത്തിലാണ് സംസാരിച്ചത്. മാസ്റ്റർ മോഹിനിയുടെ ഭാര്യയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, അസ്വാഭാവിക മരണത്താൽ ഒരാൾ ദുരാത്മാവാകുന്നു. സൂക്ഷിക്കുക. ഈ കാര്യം മനസ്സിൽ വ്യക്തമാക്കണം. ഇത്രയധികം കണ്ടും കേട്ടും കഴിയുന്ന നിങ്ങൾ ഈ അവസ്ഥയിലെത്തിയതെങ്ങനെ? നിങ്ങൾക്ക് ഇവിടെ താമസിക്കണോ? അതെ, നഹബത്തിൽ ഹോളി മദറിനൊപ്പം കുറച്ച് ദിവസം ചെലവഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്കതിന് കഴിയുമോ? മാസ്റ്റർ: അതൊക്കെ ശരിയാകും, പക്ഷെ നിങ്ങൾ മരിക്കുന്നതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അതെന്നെ ഭയപ്പെടുത്തുന്നു, കാരണം ഗംഗ വളരെ അടുത്താണ്. പിന്നീട് ഗുരുദേവൻ ബ്രാഹ്മണ ഭക്തനോട് സംസാരിച്ചു. യുക്തി ഉപേക്ഷിക്കുക, ഭക്തി സ്വീകരിക്കുക. ഭക്തി മാത്രമാണ് ഉത്തമമായത്. നിങ്ങൾ ഇവിടെ വന്നിട്ട് 3 ദിവസമായി അല്ലേ? ബ്രാഹ്മണ ഭക്തൻ കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു, അതെ സർ. മാസ്റ്റർ: വിശ്വാസം വേണം. ദൈവത്തിൽ ആശ്രയിക്കുക. അപ്പോൾ നിങ്ങൾ സ്വയം ഒന്നും ചെയ്യേണ്ടതില്ല. അമ്മ കാളി നിങ്ങൾക്ക് എല്ലാം ചെയ്തു തരും. ജ്ഞാനം പുറത്തെ അങ്കണം വരെ മാത്രമേ പോവുകയുള്ളൂ. ഭക്തിക്ക് അകത്തേക്ക് പ്രവേശിക്കാം. ശുദ്ധമായ ആത്മാവ് ബന്ധിക്കപ്പെടാത്തതാണ്. വിദ്യയും അവിദ്യയും അതിലുണ്ട്, പക്ഷേ ആത്മാവിന് അതുമായി ബന്ധമില്ല. വായുവിൽ ചിലപ്പോൾ നല്ലതും ചിലപ്പോൾ ചീത്തയുമായ ഗന്ധം അനുഭവപ്പെടുന്നു.
എന്നാൽ വായുവിനെ ഈ ഗന്ധം ബാധിക്കുന്നില്ല. ഒരിക്കൽ വേദവ്യാസൻ യമുന കടക്കാനൊരുങ്ങി. ഗോപികമാരും നദിക്കരയിലുണ്ടായിരുന്നു. തൈരും പാലും വിൽക്കാൻ നദിയുടെ മറുകരയിലേക്ക് പോകണമെന്ന് അവർ ആഗ്രഹിച്ചു. അന്ന് കടത്തുവള്ളമുണ്ടായിരുന്നില്ല. എല്ലാവരും വളരെ വിഷമിച്ചു. എനിക്ക് നല്ല വിശപ്പുണ്ട്, വ്യാസൻ അവരോട് പറഞ്ഞു. വിശപ്പ് മാറ്റാൻ പാലും തൈരുമൊക്കെ അവർ അദ്ദേഹത്തിന് നൽകി. ശേഷം വ്യാസൻ നദിയോട് ഇങ്ങനെ പറഞ്ഞു: യമുന, ഞാനൊന്നും കഴിച്ചിട്ടില്ലെങ്കിൽ നിന്റെ വെള്ളം രണ്ടായി പിരിയട്ടെ. ഞങ്ങൾക്ക് നദി കടക്കാൻ വഴിയൊരുക്കട്ടെ. നദി അപ്പോൾ തന്നെ രണ്ടായി പിരിഞ്ഞു. അവർ നദി കടക്കുകയും ചെയ്തു. വ്യാസൻ എന്താണ് പറഞ്ഞത്? താൻ ശുദ്ധമായ ആത്മാവാണെങ്കിൽ പ്രകൃതിക്ക് അതീതമാണ്. അതിന് മരണമോ വിശപ്പോ ഒന്നും തന്നെ ഇല്ലാത്തതാകുന്നു. സുമേരു പർവ്വതം പോലെ അചഞ്ചലമാണത്. ബ്രഹ്മത്തെ ഈ രീതിയിലറിഞ്ഞവൻ ജീവൻ മുക്തനാണ്. ശരീരത്തോടുകൂടി ജീവിക്കുമ്പോൾ തന്നെ അവൻ മുക്തി നേടുന്നു. ആത്മാവ് ശരീരമല്ലെന്ന് അവൻ തിരിച്ചറിയുന്നു. ഈശ്വരനെ തിരിച്ചറിഞ്ഞ ശേഷം ആത്മാവിനെ ശരീരമായി അറിയുന്നില്ല. ഇവ രണ്ടും തേങ്ങയും ചിരട്ടയും പോലെയാണ്. തേങ്ങയിലെ വെള്ളം ഉണങ്ങുമ്പോൾ രണ്ടും വേർപെടുന്നു. ലൗകിക ചിന്തയുടെ ജലം വറ്റിക്കഴിയുമ്പോൾ ഒരാൾക്ക് ആത്മജ്ഞാനം ലഭിക്കുന്നു. അപ്പോൾ ആത്മാവും ശരീരവും വ്യത്യസ്തമാണെന്ന് അയാൾ അറിയുന്നു. പച്ചയായിരിക്കുമ്പോൾ ബദാമിൻ്റെ തോട് വേർപെടുത്താൻ കഴിയുകയില്ല. അതിന് അത് ഉണക്കിയെടുക്കണം. ബ്രഹ്മജ്ഞാനം നേടിയതിനു ശേഷം ലൗകിക ചിന്തയുടെ ജലം അവശേഷിക്കുന്നില്ല. എന്നാൽ ബ്രഹ്മജ്ഞാനം നേടുക എന്നത് അത്യന്തം പ്രയാസകരമാണ്. ബ്രഹ്മത്തിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് കൊണ്ട് ഒരാൾക്ക് അത് ലഭിക്കണമെന്നില്ല. മാസ്റ്റർ ഇപ്പോൾ ഭക്തർക്കൊപ്പം ഇരുന്നു കൊണ്ട് അവരെ രസിപ്പിക്കാനായി ഒരു കീർത്തനയുടെ അനുകരണം നടത്താൻ തുടങ്ങി. കീർത്തനി ആഡംബരമായി വസ്ത്രവും ആഭരണങ്ങളും ധരിച്ചിരുന്നു. അവൾ പാട്ടുപാടുകയാണ്. കയ്യിൽ ഒരു നിറമുള്ള തുവാലയുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കൈകളിൽ നിന്ന് സാരി വലിച്ചു നീക്കി ആഭരണങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ടിരുന്നു. ആളുകളുടെ ശ്രദ്ധ ആകർഷിക്കാൻ അവൾ ചുമയ്ക്കുകയും കരയുകയും ഒക്കെ ചെയ്തു. മാന്യന്മാരായ വ്യക്തികൾ മുറിയിൽ പ്രവേശിക്കുന്ന സമയത്ത് അവരെ ഉചിതമായ വാക്കുകളിൽ സ്വാഗതം ചെയ്തു. അപ്പോഴും അവൾ പാട്ട് പാടിക്കൊണ്ട് തന്നെ ഇരുന്നു. മിമിക്രി കണ്ട് ഭക്തർ ഉറക്കെ ചിരിച്ചു. പൽത്തു ചിരി അടക്കാനാവാതെ നിലത്ത് കിടന്ന് ഉരുണ്ടു. അവനെ നോക്കിക്കൊണ്ട് മാസ്റ്റർ എമ്മിനോട് പറഞ്ഞു: ആ കുട്ടിയെ നോക്കൂ, ചിരിച്ചു ചിരിച്ച് മണ്ണ് കപ്പി തറയിൽ കിടന്ന് ഉരുളുകയാണ്. അദ്ദേഹം ഒരു പുഞ്ചിരിയോടെ പൽത്തുവിനോട് പറഞ്ഞു: ഇത് നിന്റെ പിതാവിനോട് പറയണ്ട. അയാൾക്ക് എന്നോടുള്ള ചെറിയ ബഹുമാനം പോലും നഷ്ടപ്പെടും. അയാൾ ഇംഗ്ലീഷുകാരുടെ സ്വഭാവം കാണിക്കുന്നവനാണ്. മാസ്റ്റർ തുടർന്ന് പറഞ്ഞു: സന്ധ്യാവന്ദനത്തിൻ്റെ സമയത്ത് എല്ലാത്തരം ഗോസിപ്പുകളിലും മുഴുകുന്ന ആളുകളുണ്ട്. അപ്പോൾ സംസാരിക്കാൻ അനുവാദമില്ലാത്തതിനാൽ അവർ ചുണ്ടുകൾ അടച്ചു വെച്ചുകൊണ്ട് എല്ലാം ആംഗ്യങ്ങൾ കൊണ്ട് കാണിക്കുന്നു. ഇത് കൊണ്ടുവരൂ, അത് കൊണ്ടുവരൂ എന്നൊക്കെ. ഭക്തർ ഉറക്കെ ചിരിച്ചു. വീണ്ടും ചിലരുണ്ട്, ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ മീൻ വാങ്ങാൻ വിലപേശുന്നവർ. അവർ ജപമാലയിലെ മണികൾ എണ്ണുമ്പോൾ ഒരു വിരൽ കൊണ്ട് മത്സ്യത്തെ ചൂണ്ടിക്കാണിക്കുന്നു. 1, 2 ഇങ്ങനെ കാണിക്കും. അവരുടെ എല്ലാ ബിസിനസ്സുകളും ഈ സമയത്തേക്കായി അവർ മാറ്റിവെക്കുന്നു. ഗംഗയിൽ കുളിക്കാൻ വരുന്ന സ്ത്രീകളുണ്ട്. ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിന് പകരം അവർ പലതരം സംഭാഷണങ്ങളിൽ ഏർപ്പെടും. അവർ പുണ്യനദിയിൽ കുളിക്കാൻ വന്നതാണ്. എന്നിട്ടും എല്ലാത്തരം ലൗകിക സംസാരങ്ങളിലും മുഴുകുന്നു. നിങ്ങളുടെ മകൻ്റെ വിവാഹ സമയത്ത് എന്തെല്ലാം ആഭരണങ്ങൾ വാഗ്ദാനം ചെയ്തു? അവളുടെ അമ്മായിയപ്പൻ്റെ വീട്ടിൽ നിന്നും എല്ലാം കൊണ്ടുവന്നോ? അവനെന്തോ ഗുരുതരമായ അസുഖമാണ്. എൻ്റെ കുട്ടി, ഇത്രയും നാൾ നിന്നെ കാണാൻ ഞാൻ വന്നില്ല. വിവാഹ നിശ്ചയത്തിൻ്റെ തിരക്കിലായിരുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും.